Day 24 ഓഫ് വാക്കിംഗ് ചാലഞ്ച്. എനിക്ക് കിട്ടുന്ന ഓരോ ഫോളോയ്ക്കും ഞാൻ 1 മിനിറ്റ് നടക്കും. ഇന്ന് Day 24 285 ഫോളോവേഴ്സ്. സോ ഇന്ന് 285 മീറ്റർ നടക്കും. വീഡിയോയിലോട്ട് പോവാം. 285 മീറ്റേഴ്സ്. ലെറ്റ് സ്റ്റാർട്ട്. പാർട്ട് 4 അയാട്ട. ഞാൻ പഠിക്കുന്നത് BCom തേർഡ് ഇയർ കഴിഞ്ഞിട്ടാണ്. ഞാൻ തേർഡ് ഇയർ കഴിഞ്ഞ് നിന്നപ്പം ഞാൻ വിചാരിച്ച് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അയാട്ട 1-2 പേരിങ്ങനെ പറയുന്നതൊക്കെ കേട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു അയാട്ട പഠിച്ചു കളയാന്ന് വിചാരിച്ചു. അങ്ങനെ അയാട്ടയ്ക്ക് പോയി അയാട്ട എഴുതിയെടുക്കുന്ന മുമ്പ് എനിക്ക് BCom റിസൾട്ട് വന്നപ്പോൾ 2 പോയി. BCom അയാട്ടയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച് എയർലൈൻ ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു ജോലി കയറാന്നൊക്കെ വിചാരിച്ചു. എയർ ഇന്ത്യ സ്റ്റാറ്റ്സിലാ അല്ലെങ്കിൽ ഇൻഡിഗോയിലോ അങ്ങനെ എന്തെങ്കിലും പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു സംഭവം പൊളിഞ്ഞ്. അപ്പോൾ എൻ്റെ ഏജ് അവിടുന്ന് അക്കാഡമിയിൽ നിന്ന് തന്നെ പറഞ്ഞ് നീ അവിടെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്തിട്ട് നീ ജോലി കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതിന് ഡിഗ്രി വേണ്ടായിരുന്നു. സോ അവിടുത്തെ ആ ഒരു ഡിപ്ലോമ മാത്രം മതി. സോ അങ്ങനെ ഞാൻ അത് അറ്റൻഡ് ചെയ്ത് മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതിന് ശേഷം ലാസ്റ്റ് നീ ജോലിക്ക് കയറിക്കോ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി ഒരു 7,000 8,000 ഒക്കെ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഞാൻ ആ ഭാഗത്തോട്ടേ പോയില്ല. ഒരു 2 വർഷം കഴിഞ്ഞ് ഞാൻ പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി. സർട്ടിഫിക്കറ്റ് 1 മാസം കഴിഞ്ഞ് വാങ്ങിച്ചോന്നാണ് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് പിന്നെ വന്നിട്ട് ഞാൻ പിന്നെ പോയൊന്നുമില്ല, വെറുതെ നഷ്ടമായി. അപ്പോഴേ കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 2 വർഷം 3 വർഷം എക്സ്പീരിയൻസ് ആയതിനെ. പിന്നെ ഞാൻ ആ സമയത്ത് ഓൾവേസ് മണ്ടത്തനമാണല്ലോ കാണിക്കുന്നത്. പിന്നെ ഞാൻ BCom എഴുതിയെടുക്കാൻ നോക്കി. 2 നിന്ന് 1 കിട്ടി, 1 പോയി. എൻ്റെ ആ കഥ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം വ്യൂസ് നല്ലോണം കുറഞ്ഞ് 2K 1.5K അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് പറയാൻ തുടങ്ങിയതിന് ശേഷം 500 450 300 ശോകം. സോ സീ യു ഗൈസ് ഇൻ പാർട്ട് 5. ഇന്ന് എത്ര മീറ്റർ നടന്നു എന്ന് നോക്കാം. ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, മെൻഷൻ ചെയ്യൂ ഫ്രണ്ട്സ് ഇൻ ദ കമൻറ്റ്സ്. ഫോളോ ഫോർ Day 25.